ആറ്റിങ്ങലിൽ LDF പ്രചാരണത്തിന്റെ പരിധി ലംഘിക്കുകയാണെന്ന UDF സ്ഥാനാർത്ഥി അടൂർ പ്രകാശ്. ചുവരെഴുതാം, ബോർഡ് വെക്കാം, പക്ഷേ അതിനെല്ലാം പരിധി നിശ്ചയിച്ചിട്ടുണ്ട്. ഭരണസ്വാധീനത്താൽ ലഭിക്കുന്ന പണം വൻതോതിൽ ഉപയോഗിക്കുകയാണെന്നും അടൂർ പ്രകാശ് റിപ്പോർട്ടറിനോട് പറഞ്ഞു. എന്നാൽ ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുന്നത് UDFും BJPയുമാണെന്നും ആരോപണം വാസ്തവവിരുദ്ധമാണെന്നും വി ജോയ് റിപ്പോർട്ടറിനോട് പറഞ്ഞു. ചുവര് എഴുത്തും അതുപോലെ തന്നെ ബോർഡുകൾ വെക്കുന്നതും ഓരോ സ്ഥലത്തും കാണിച്ചിട്ടുള്ള ഒരു വലിയ മുന്നേറ്റം അത് തീർച്ചയായിട്ടും ഒരു തെരഞ്ഞെടുപ്പ് നടത്തുന്ന ഒരു സ്ട്രാറ്റജി എന്നുള്ള നിലയിൽ അതിനൊരു പരിമിതിയുണ്ട്. ഇതിപ്പോൾ പരിമിതികളെല്ലാം വിട്ടുകൊണ്ടാണ് ഇവിടെ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് നേരിടുന്നത്. അത് അവരുടെ ഭരണത്തിൻ്റെ സ്വാധീനം ഒരു ഭാഗത്ത്, ആ ഭരണ സ്വാധീനത്തിൻ്റെ പേരിൽ ഉണ്ടാക്കിയെടുക്കുന്ന പണം അതിനുവേണ്ടി ചെലവഴിക്കപ്പെടുന്നു. അടൂർ പ്രകാശും BJPയുമാണ് ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുന്നത്. ഞങ്ങളുടെ ഭാഗത്തുനിന്ന് പാവപ്പെട്ട പ്രവർത്തകരുടെ അധ്വാനമാണ് അതിനകത്ത് പ്രധാനമായിട്ടുള്ളത്. ആ അധ്വാനം തന്നെയാണുള്ളത്. ഞങ്ങൾ ഒരു പരിധിയും ലംഘിച്ചിട്ടില്ല. അത് കൃത്യമായിട്ട് അവർക്ക് മനസ്സിലാകുന്ന കാര്യം. ആദിൽ പാലോട് വിവരങ്ങളുമായി. ആദ്യം വോട്ടർ പട്ടികയിലെ ക്രമക്കേട് എന്ന വിഷയമാണ് ആദ്യം UDF സ്ഥാനാർത്ഥി ഉന്നയിച്ചിരുന്നത്. ഇപ്പോൾ അടൂർ പ്രകാശ് പറയുന്നത് പരിധി ലംഘിക്കുന്നു LDF സ്ഥാനാർത്ഥി എന്നുള്ളതാണ്. എന്താണ് അദ്ദേഹം അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനുള്ള ചെലവഴിക്കേണ്ട തുകയുടെ പരിധി ലംഘിക്കുന്നു എന്നാണ് അടൂർ പ്രകാശും UDFും ആരോപിക്കുന്നത്. ഇതിന് പ്രധാന കാരണം പ്രചരണത്തിൽ LDFിന് ഒരു മേൽക്കൈയുണ്ട്. അത് എവിടെ ശ്രദ്ധിച്ചാലും, മണ്ഡലത്തിൽ ശ്രദ്ധിച്ചാൽ ഒരു മുന്നേറ്റമുണ്ടെന്ന് കാണാൻ സാധിക്കുമെന്ന് അടൂർ പ്രകാശ് തന്നെ പറയുന്നു. പലതരം സ്ട്രാറ്റജികളുണ്ട്. തെരഞ്ഞെടുപ്പിൽ ബോർഡ് വെക്കാം, ചുവരെഴുതാം, പക്ഷെ അതിനൊക്കെ ഒരു പരിധിയുണ്ട്. ചെലവഴിക്കേണ്ട തുകയുടെ ഒരു പരിധിയുണ്ട്. ആ പരിധി ലംഘിച്ചുകൊണ്ടാണിപ്പോൾ LDF മുന്നോട്ട് പോകുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ശ്രദ്ധ ഇക്കാര്യത്തിൽ വേണമെന്നും അടൂർ പ്രകാശ് പറയുന്നുണ്ട്. അതിനു മറുപടിയായാണ് വി ജോയ് ഇതിനെ തള്ളിക്കൊണ്ട്, ഈ ആരോപണം തള്ളിക്കൊണ്ട് രംഗത്തെത്തിയത്. റിപ്പോർട്ടിനോട് പ്രതികരിച്ചപ്പോൾ ഈ ആരോപണത്തിൽ ഒരു കഴമ്പുമില്ല എന്നാണ് വി ജോയ് LDF സ്ഥാനാർത്ഥി പറഞ്ഞത്. ഇത് പണമൊഴുക്കുകയല്ല, മറിച്ച് സാധാരണ പ്രവർത്തകരുടെ അധ്വാനമാണ് ഈ പ്രചരണത്തിൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ LDFന് കഴിഞ്ഞത് എന്ന് വി ജോയ് തിരിച്ചു മറുപടി പറയുന്ന ഒരു സാഹചര്യം. തെരഞ്ഞെടുപ്പ് രംഗം ചൂടുപിടിക്കുമ്പോൾ ആറ്റിങ്ങലിൽ പ്രത്യേകിച്ച് സിറ്റിംഗ് MPയും സിറ്റിംഗ് MLAയും കേന്ദ്രമന്ത്രിയും മത്സരിക്കുന്ന ഒരു ഗ്ലാമർ മത്സരമാണ്. അത്തരത്തിൽ സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള വാക്പോരും തുടരുകയാണ്. ഇരട്ട വോട്ട് പ്രശ്നമുണ്ടായിരുന്നു. ഈ മദ്യമൊഴുക്കുന്നു UDF സ്ഥാനാർത്ഥി എന്ന് LDF ആരോപിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ വാക്പോരും തെരഞ്ഞെടുപ്പ് ചൂടുപിടിക്കും തോറും വാക്പോരും അതിന്റെ മൂർധന്യത്തിലേക്ക് പോകുന്നു. അതിനിടെയാണ് ഇത്തരത്തിലൊരു ആരോപണം കൂടി അടൂർ പ്രകാശ് ഉന്നയിക്കുന്നത്. ചെലവഴിക്കേണ്ട തുകയുടെ പരിധി LDF ലംഘിക്കുകയാണ് എന്നാണ് UDF സ്ഥാനാർത്ഥി അടൂർ പ്രകാശിന്റെ ആരോപണം. സ്മൃതി. ശരി, ആദിൽ പാലോടാണ് വിവരങ്ങൾ നൽകിയത്.